ഇതൊക്കെ അവിടെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇതിലൊക്കെ ഉപരി നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വരെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വിശ്വാസികൾ ഒന്നിച്ച് ഐക്യത്തിലേക്ക് വരിക. ഇന്നത്തെ എക്യുമെനിക്കൽ സമ്മേളനവും സംഗമവും അതുതന്നെയാണ്. നമ്മളുടെ വ്യത്യസ്തതകളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ഒന്നിച്ച് സമ്മേളിക്കുക. ഇതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ ഒന്നിച്ച് സമ്മേളിക്കുന്നതാണ് കൂട്ടായ്മ. അതാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവികമായ വലിയ വെളിപാട് എന്ന് പറയുന്നത്. നമ്മൾ കൂട്ടായ്മയിലാണ് എന്നുള്ള സത്യം, അത് ദൈവത്തിനായും നമ്മുടെ സഹോദരങ്ങളോടുമുള്ള വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇന്നത്തെ പരിപാടികളിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ പല സൗകര്യങ്ങളുമൊക്കെ മാറ്റിവെച്ചിട്ട്, നിങ്ങളുടെ പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് ഇടവകയുടെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഇടവകയോടുള്ള നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഈ പ്രദേശത്തെ സഭകൾ ക്രിസ്തീയ സമൂഹത്തോടുള്ള, സഭകളുടെ എല്ലാം കൂട്ടായ്മയായ ക്രിസ്തീയ സമൂഹത്തോടുള്ള നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമാണത്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇപ്പോൾ 2 വർഷമായി സഭയിലുടനീളം സെൻട്രാലിറ്റി എന്ന ആ വലിയ തത്വം സഭയെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളോടെല്ലാം പറഞ്ഞത്, നമ്മളെല്ലാം കൂട്ടായ്മയിലാണ്, നമുക്കെല്ലാം ഒരു പങ്കാളിത്തമുണ്ട്, അതിനാൽ നമുക്കെല്ലാവർക്കും ഒരു പ്രേക്ഷിതത്വമുണ്ട് എന്ന്. ക്രിസ്തുവിന് സാക്ഷികളാകുവാനായിട്ടുള്ള പ്രേക്ഷിതത്വം ഇതെല്ലാമുണ്ട്. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ സ്നേഹത്തിൻ്റെ ആ വലിയ കൂട്ടായ്മയാണ്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾ, മക്കൾ അവരെല്ലാം ഐക്യത്തിലായിരിക്കുന്നു. അതാണ് കുറച്ചുകൂടി വിശാലമായി ഇടവകയിൽ സംഭവിക്കുക. അത് കൂടുതൽ വിശാലമാകുമ്പോൾ രൂപതാ തലത്തിൽ, അതിരൂപതാ തലത്തിൽ അത് സംഭവിക്കുന്നു. പിന്നീട് അത് സഭയുടെ വലിയ കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സഭയെ നമ്മൾ കാണുന്നത് മാതാവായിട്ടാണ്, മാതാവ് അമ്മയായിട്ടാണ്. പരിശുദ്ധ പിതാവ് അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ സഭയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പരിശുദ്ധ പിതാവ്, മാർപ്പാപ്പ, മെത്രാന്മാര്, വൈദികര്, സന്യസ്തര്, കുടുംബാംഗങ്ങൾ, അൽമായര്, കുഞ്ഞുങ്ങള്, രോഗികള്, വികലാംഗര് എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണ്. ഈ ഒരു വലിയ സത്യം നമുക്ക് ഓർമ്മിക്കുവാനായിട്ട് കഴിയണം. ഈ 2025 മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ജൂബിലിയുടെ വർഷമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ ജൂബിലിയുടെ വർഷം. അപ്പോൾ വർഷത്തിൻ്റെ വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് മുൻപോട്ട് നീങ്ങണമെന്നുള്ളതാണ്. ഈ കൂട്ടായ്മയിൽ നമ്മൾ പ്രത്യാശയോടുകൂടി നമ്മളെല്ലാം കർത്താവിൻ്റെ 2ാമത്തെ വരവിനായിട്ടാണ് നോക്കി പാർക്കുന്നത്. ഏതൊരു സഭയിൽപ്പെട്ട ആളാണെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ ജീവിതത്തിനപ്പുറത്ത് നമുക്ക് ശോഭനമായ ഒരു ജീവിതമുണ്ട് എന്നും അത് കർത്താവിനോടൊപ്പം നിത്യതയിലാണ് എന്നും അത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെയും ജീവിതമാണ് എന്നും ഉള്ള വലിയ യാഥാർത്ഥ്യം ലോകത്തോട് അറിയിക്കുവാനായിട്ട്, ആ വലിയ പ്രതീക്ഷ ലോകത്തിന് കൊടുക്കുവാനായിട്ട് ഞങ്ങളുടെ നാഥൻ വരുവാനിരിക്കുന്നവനാണ്, ഞങ്ങളെയും കൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക്, അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നവനാണ് എന്നുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പരിഭവങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും എല്ലാം ഇല്ലാതായിത്തീരും. പ്രതിസന്ധികളൊന്നും പ്രതിസന്ധികളില്ലാതായിത്തീരും. കാരണം നമ്മൾ നോക്കിപ്പാർക്കുന്നത് ഈ ലോകത്തിലല്ല, വരുവാനിരിക്കുന്ന ലോകത്തിലാണ്. നമ്മുടെ നാഥൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവൻ്റെ ആ ലോകത്തിലേക്കാണ്. നിത്യതയുടെ ലോകമാണത്.
ഇതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇത് നമ്മളോട് പറയുവാനായിട്ടാണ് ദൈവം തമ്പുരാൻ, ദൈവപുത്രൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത്. നമ്മളെ അവൻ പഠിപ്പിച്ചതും അവൻ ചെയ്ത രക്ഷാകര പ്രവൃത്തിയും നമ്മളെയൊക്കെയും ദൈവമക്കളാക്കി തീർക്കുവാനായിട്ടാണ്. ദൈവമക്കളാക്കി തീർക്കുവാൻ. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എന്നിൽ കർത്താവ് പറയുന്നതാണ്, ദൈവപുത്രനായ എന്നിൽ നിങ്ങളെല്ലാം ദൈവപുത്രരായിട്ട് തീർന്നിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആ ഭവനത്തിൻ്റെ അവകാശികളായിട്ട് തീർന്നിരിക്കുന്നു. അവൻ്റെ നിത്യരക്ഷയുടെ, അവൻ്റെ നിത്യമായ ജീവൻ്റെ അവകാശികളായിട്ട് നമ്മൾ തീർന്നിരിക്കുന്നവരാണ് എന്ന് പറയുവാനായിട്ടാണ് അവൻ ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് ഇറങ്ങി വന്നത്. ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ ദൈവ മക്കളായിട്ട് തീർന്നിരിക്കുന്നു എന്നത് സത്യമാണ്. പരിശുദ്ധാത്മാവിൽ അവൻ നൽകുന്ന സ്നേഹത്തിൽ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മളൊക്കെ ക്രിസ്ത്യാനികളൊക്കെ നമ്മൾ ഓരോരുത്തരും വലിയ സാക്ഷികളായി, പ്രത്യാശയുടെ സാക്ഷികളായിട്ട് തീരുന്നു. ഇതിന് നമുക്ക് കഴിയുവാനായിട്ട് ഇടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് പറയുന്നത് നമ്മളെല്ലാം ഈ യാത്രയിലാണ്. നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഈ വലിയ പ്രതീക്ഷ